ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നം ഉണ്ടാവുന്നാണ് വിചാരിച്ചത്. ഇത്ര ലേറ്റ് ആയിട്ടാണ് വന്നത്. കുഴപ്പമൊന്നുമില്ല. അത് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് വേണ്ടി ചെയ്ത് തന്നെയാണ്. നമ്മള് ലൈക്ക് ഇത് സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ. അപ്പൊ നമുക്ക് ആരെ വേണമെങ്കിലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല അതിൽ. ഇങ്ങനെ വിടാതെ പിന്തുടരുകയാണ് സംഘപരിവാർ. കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ള മാഷ കഴിഞ്ഞാൽ അത് അവർക്കും മടുക്കുമ്പോൾ അവർ പൊക്കോളും. നമ്മൾ എന്തായാലും ഈ ജോലി നിർത്താൻ പോകുന്നില്ല. അപ്പൊ അവർ മടുക്കുമ്പോൾ അവർ പൊക്കോളും. കുഴപ്പമില്ല. ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് എടുക്കുന്നില്ല. ഇത് പ്രശ്നമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റണ്ടേ? സോഷ്യൽ മീഡിയയിൽ വിമർശനവും കാര്യങ്ങളെല്ലാം തന്നെ പാട്ടിലും തുടർന്ന് തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് നമ്മളെടുക്കുന്ന ജോലി അതാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും പാട്ട് എഴുതുന്നതിൽ വേറെ കോംപ്രമൈസും കാര്യങ്ങളൊന്നും ഇല്ല. അത് ചെയ്തിരിക്കും. അത് ഇപ്പോ പക്ഷെ അതേസമയം തന്നെ ഈ NDAയുടെ സഖ്യത്തിൽ തന്നെ ഇപ്പോ ഇന്നലെ തുഷാർ അടക്കമുള്ളവർ വേറെ അനുകൂലിച്ച് വേറിനെതിരെയുള്ള അത്തരം നടപടികൾ ശരിയല്ല എന്ന് പറയുന്നതിലേക്ക് പോലും കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ ഇലക്ഷനൊക്കെ പഞ്ചായത്ത് ഇലക്ഷൻ വരെയായില്ലേ 2 മാസം കൂടി കഴിഞ്ഞാൽ. ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത് ഒരു ഉത്തരം പറയാൻ എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട് എന്താണെന്ന്. എന്നെയും ഈ പറയുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട്. നമുക്ക് പേഴ്സണലി പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗഹൃദത്തിലാണ് നമ്മൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നൊക്കെ ഉണ്ട്. എന്നെ എതിർക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളും പറയുന്നൊക്കെ ഉണ്ട്. എന്തുണ്ടാവണമെന്ന് വെച്ചാൽ കാണാം. ഇങ്ങനെയുള്ള പൊളിറ്റിക്സ് ശ്രദ്ധിക്കാറുണ്ടോ? പുറമേയുള്ള പൊളിറ്റിക്സ് ശ്രദ്ധിക്കാറുണ്ടെന്ന് ഇങ്ങനെ വന്ന രാഷ്ട്രീയവും പിന്നെ ഞാൻ ആരൊക്കെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു വെക്കാറുണ്ട്. അത്ര തന്നെ. വേറെ ഇല്ല 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 ഇല്ല. സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല ഞാൻ. ഇപ്പൊ വീട്ടിലിരിക്കുന്ന കാര്യം പ്രത്യേകിച്ച്. കാരണം ഇപ്പോഴാണ് ഒന്ന് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നത്. ഞാനൊരു കുറച്ച് ദിവസങ്ങളായിട്ട് കിടന്ന് ഓടാൻ തുടങ്ങിയ ഓട്ടാണ്. ഇപ്പൊ ഒരു 2-3 ആഴ്ചയായിട്ട് വീട്ടില് സമാധാനത്തിലാണ് ഇരിക്കുന്നത്. ഉണ്ട്. ഒരുപാട് ഷോസിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റല്ലോ. ഇതിന്റെ ഭാഗമാണ് അത്. ഞാൻ എന്തായാലും ഒരു 2 മാസത്തെ ഒരു ഗ്യാപ്പിലും കൂടിയാണ്. ത്രോട്ടൊക്കെ ഇച്ചിരി പ്രശ്നമാണ്. അപ്പൊ 2 മാസത്തെ ഗ്യാപ്പിലും കൂടിയാണ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഷോസിനും കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. സപ്പോർട്ട് കൂടിയായിട്ട് ഇല്ല മാഷ, ഒരിക്കലും ഉണ്ടാവില്ല. ചേട്ടൻ എന്താ പറഞ്ഞത്? സപ്പോർട്ട് കൂടിയതായിട്ട് തോന്നുന്നുണ്ടോ? ജനങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ട്. അത് ഒരു ഭാഗത്ത് നോക്കുമ്പോ അത് വലിയ ഒരു എന്താണ് പറയാ, വലിയ ഊർജമാണ്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് ഇപ്പൊ അതിന് പറയാ, ഉത്തരവാദിത്വമാണ് അത് ഭയങ്കരമായിട്ടുള്ള. അപ്പൊ അത് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യം കൂടിയുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇപ്പൊ ഭയങ്കര വിജിലന്റ് ആയിട്ട് ഇരിക്കേണ്ട സമയമാണ്. വിജിലന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ.